മുജുകുന്ന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലുള്ള കൊച്ചു ഗ്രാമമാണ് മുജുകുന്ന്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജിയുടെ ജന്മദേശം കൂടിയാണ് ഇവിടം. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ കേളപ്പജിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഹരിജനങ്ങളുടെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം സ്ഥലത്ത് പാർപ്പിടങ്ങൾ നിർമ്മിച്ചു കൊടുത്ത വലിയമല കോളനി മുജുകുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമ്മളിന്ന് മുജുകുന്ന് സ്ഥിതി ചെയ്യുന്ന കോട്ടയിൽ ശിവക്ഷേത്രവും ക്ഷേത്രക്കുളവുമാണ് സന്ദർശിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഒരു ക്ഷേത്രക്കുളം എന്താണ് ഇത്രയ്ക്ക് കാണുവാനായിട്ടുള്ളത് എന്ന്. എന്നാൽ ഇത് വെറൊരു ക്ഷേത്രക്കുളം മാത്രമല്ല, നിരവധി മലയാള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും അതുപോലെ തന്നെ ഒരു നാടിൻ്റെ തെളിനീർ സ്രോതസ്സുമാണ്. കൂടാതെ നിരവധി ജന്തുജീവജാലങ്ങൾ വസിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കോട്ടയും ക്ഷേത്രക്കുളവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മളിവിടെ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് പറയാം. കൊയിലാണ്ടി പിഷാരിക്കാവ് ആനക്കുളം ഓപ്പോസിറ്റ് റോഡിലൂടെ ഏകദേശം 5.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോട്ടയിൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്താം. നമ്മളിവിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇരുവശത്തും പാടങ്ങളുള്ള ഭാഗങ്ങൾ കാണാം. അതിൻ്റെ നടുവിലൂടെയുള്ള ടാർ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഏകദേശം 5.5 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്താം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തിയാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ആൽമരവും ക്ഷേത്രഭണ്ഡാരവും എല്ലാം കാണാം. കുറച്ചുകൂടി മുൻപോട്ടേക്ക് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് കാണാം. ഈ ഒരു ക്ഷേത്രത്തിന് കോട്ടയിൽ എന്ന് പേര് വരാൻ കാരണം ചുറ്റുപാടും നാഗക്കോട്ട പോലെ കാണാം. വള്ളിപ്പടർപ്പും കാടും എല്ലാം പിടിച്ച സ്ഥലം സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണാറുള്ള കാവുകൾ പോലെ, കാവുകൾക്ക് ചുറ്റും നമുക്ക് വള്ളിപ്പടർപ്പും കാടുകളെല്ലാം കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്ഷേത്രത്തിന് കോട്ടയിൽ എന്ന പേര് വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിലിന് മുകളിലായിട്ട് വീഡിയോ ഫോട്ടോ എടുക്കാനായിട്ട് 300 രൂപ ഫീ അടയ്ക്കണമെന്ന ബോർഡ് കണ്ടു. അങ്ങനെ നമ്മൾ ഫീ എല്ലാം അടച്ചു. അങ്ങനെ നമ്മൾ ക്ഷേത്ര മതിൽക്കെട്ടിന് സൈഡിലൂടെ പുറകോട്ടേക്ക് നടന്നു. കുറച്ച് ദൂരം മുൻപോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രക്കുളം കാണാം. അങ്ങനെ നമ്മൾ ക്ഷേത്രക്കുളത്തിന് അടുത്തെത്തി. ചുറ്റുപാടും വൃക്ഷങ്ങളും വള്ളിയെല്ലാം നിറഞ്ഞ കാവിന് നടുവിലായിട്ട് മനോഹരമായിട്ടുള്ള ക്ഷേത്രക്കുളവും. നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ രീതിയെല്ലാം നമ്മളെ അതിശയിപ്പിക്കും. ഞാൻ എത്തുന്ന സമയത്ത് നിറയെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ക്ഷേത്രക്കുളത്തിൻ്റെ പടികൾ നമ്മൾ കാണുമ്പോൾ എത്ര പ്രായമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാം കയറി ഇറങ്ങാൻ പറ്റിയ പാകത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പം വെള്ളം കാണുന്ന ഭാഗത്തു നിന്നും അങ്ങ് താഴെ വരയ്ക്കും പടികൾ കാണാം. എത്ര വെള്ളം കുറഞ്ഞ സമയമായാലും കൂടിയ സമയമായി കഴിഞ്ഞാലും ഈ ഒരു ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുവാനും കുളിക്കുവാനും എല്ലാം കഴിയുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ കഴിയുന്നത്. ക്ഷേത്രക്കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു തന്ത്രിമഠം കാണാം. ഇത് ഇവിടുത്തെ തന്ത്രി താമസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും കാടാണ്. കാടിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രവും കുളവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എത്തുമ്പോൾ ഒരു നേർത്ത തണുപ്പും കിളികളുടെ ശബ്ദവും എല്ലാം നമുക്കൊരു പ്രത്യേക ഫീലാണ് നൽകുന്നത്. നമുക്ക് ക്ഷേത്രക്കുളത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. കോട്ടയിൽ ശിവക്ഷേത്രത്തിൽ സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. രാവിലെ മാത്രമാണ് ഇവിടെ പൂജയുള്ളത്. സന്ധ്യാസമയത്ത് ദേവന്മാർ പൂജ ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതിനായിട്ട് പൂജാവസ്തുക്കൾ ഒരുക്കി വെച്ച് മേൽശാന്തി നടയടച്ച് പുറത്തിറങ്ങുന്നു. ക്ഷേത്രക്കുളത്തിലേക്കുള്ള പ്രവേശനം രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ്. സർക്കം എന്ന സിനിമയിൽ നെടുമുടി വേണു വിനീതിനെ പാട്ട് പഠിപ്പിക്കുന്നത് ഈ കുളക്കടവിൽ വെച്ചാണ്. അതുപോലെ തന്നെ വിനീത് ഈ ഒരു കുളത്തിലാണ് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് പാട്ട് പാടുന്ന ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത്. സർഗത്തിൽ തന്നെ കുട്ടൻ തമ്പുരാൻ തല്ലുകൂടി അപസ്മാരം വന്ന് വീഴുന്നതും ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഇവിടുത്തെ കാവും ഏകദേശം 9.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇവിടം. ഈ ക്ഷേത്രക്കുളത്തിലെ ജലം എന്ന് പറയുന്നത് നമുക്ക് നീല കളറിൽ നമുക്ക് കുളത്തിൻ്റെ അടിത്തട്ട് വരെ കാണാം. തെളിനീര് എന്ന് പറയുന്നത് ശരിക്കും ഇതിനാണ്. നീല നിറത്തിൽ സ്ഫടികം പോലെയുള്ള ജലമാണ്. നമ്മൾ കുളത്തിലിറങ്ങി കയ്യും മുഖവും ഒന്ന് കഴുകിയപ്പോൾ തന്നെ അത്രയ്ക്ക് തണുപ്പാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ക്ഷീണമെല്ലാം മാറി നമ്മളൊന്ന് ഫ്രഷായ പോലെ തോന്നി. അപ്പോൾ ഈ ഒരു ക്ഷേത്രക്കുളം നമുക്ക് മൺസൂൺ സീസണിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യണമെന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോഴുള്ളതിലും 1000 ഇരട്ടി പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ക്ഷേത്രവും കുളവും പ്രകൃതി ഭംഗിയും എല്ലാം അതിമനോഹരമായിരിക്കും. അതിന് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു കോട്ടയിൽ ശിവക്ഷേത്രവും ക്ഷേത്രക്കുളവും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.